പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജിയാണ്. ഒട്ടനവധി പ്രോഗ്രാമുകളും ഒത്തിരി ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്നലെ ഞങ്ങളുടെ ഗ്രാമത്തിൽ മൊഹമ്മയിൽ ഞങ്ങളുടെ സ്വന്തം സംഘടന അരങ്ങ് കൂട്ടായ്മ ഒരു വേറിട്ട പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. മൊഹമ്മ കുമരകം ബോട്ട് സർവീസ് അത് വേമ്പനാട് കായലും പാതിരാമണലും എല്ലാം കണ്ട് ആനന്ദിച്ചുള്ള ഒരു മനോഹരമായ യാത്രയാക്കി മാറ്റുന്നതിൽ, മൊഹമ്മ ബോട്ട് ജെട്ടിക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ കഴിഞ്ഞ 3.5 വർഷക്കാലമായി തൻ്റെതായ സാന്നിധ്യം അറിയിച്ച മൊഹമ്മ ബോട്ട് ജെട്ടിയുടെ സ്റ്റേഷൻ മാസ്റ്റർ ശ്രീ ഷാനവാസ് ഖാൻ ഇന്നലെ മൊഹമ്മയിൽ നിന്നും സ്ഥലം മാറ്റമായി എറണാകുളത്തേക്ക് പോവുകയായിരുന്നു. ആ സമയങ്ങളിൽ ആ പ്രിയപ്പെട്ടവന് ഞങ്ങളൊരു യാത്രയപ്പ് നൽകി. ഒത്തിരി സംഘടനകളും യാത്രയപ്പ് നൽകി. ഇന്നലെ ഞങ്ങൾ അരങ്ങിൻ്റെ പ്രവർത്തകർ മൊഹമ്മ ബോട്ട് ജെട്ടിയിൽ ബോട്ടിനകത്ത് വെച്ചാണ് അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് നൽകിയത്. ആ മനോഹരമായ ദൃശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യമാണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ. നമ്മളുടെ ഗ്രാമങ്ങളിൽ ഒത്തിരി സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ജീവനക്കാർ വരികയും കടന്നു പോവുകയും ചെയ്യും. എന്നാൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഒരുപോലെ ആകണമെന്നില്ല. ഇവിടെ ഷാനവാസ് ഖാൻ എന്ന പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ മൊഹമ്മ കുമരകം ബോട്ട് സർവീസ് അത് ഒത്തിരി ബോട്ട് യാത്രയെ സ്നേഹിക്കുന്നവർക്ക് എങ്ങനെ ആ ബോട്ട് യാത്രയെയും ബോട്ട് ജെട്ടിയെയും പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാമെന്ന് കാണുകയും അവിടുത്തെ ജീവനക്കാരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനം ഒരുക്കിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനുള്ള മൊഹമ്മ ഗ്രാമത്തിൻ്റെ ആദരവാണ് ഇന്നലെ നൽകിയത്. കാണുക ആ മനോഹരമായ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം. വിഷയങ്ങൾ ഷാനവാസുകാർ ചോദിച്ച് പ്രിയപ്പെട്ട നമ്മുടെ മൊഹമ്മ ബോട്ട് ജെട്ടി ഒരു പരിഷ്കാരം ഷാനവാസുകാരെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ ഈ ബോട്ട് സർവീസ് മൊഹമ്മ കുമരകം ബോട്ട് സർവീസ് ആ ഒരു ജനപ്രീതി നഷ്ടപ്പെടുന്നൊരു സമയത്താണ് ഇദ്ദേഹം വരുന്നത്. എന്നാൽ ഈ സമയത്ത് ഒത്തിരി പരിഷ്കാരങ്ങൾ ഇപ്പോൾ പാതിരാമണ സർവീസാണെങ്കിലും ദൂരത്തുള്ളവരോട് ഈ മൊഹമ്മ കുമരകം വേമ്പനാട്ട് കായലിലൂടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ലോകത്തിനെ അറിയിക്കാൻ എങ്ങനെ ഏതെല്ലാം മീഡിയയിലൂടെയൊക്കെ അവതരിപ്പിക്കാം, ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ മൊഹമ്മ കുമരകം ബോട്ട് സർവീസ് ജനകീയമാക്കാനുള്ള ഒരു വലിയൊരു ശ്രമം നടത്തിയ ഒരാളാണ് ഷാനവാസ്. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ മൊഹമ്മയിലൊക്കെ ഒത്തിരി ജീവനക്കാർ വരും, സ്ഥലം മാറിപ്പോകും, അത് സ്വാഭാവികമാണ്. എന്നാൽ ഞങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും ഒരു വ്യക്തിയെ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ട് അവൻ്റെ കർമ്മങ്ങൾ എങ്ങനെയാണ്, അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതെല്ലാം വിലയിരുത്തിയതിന് ശേഷമാണ് ഒരൊരു സ്നേഹം കിട്ടുന്നത്. അങ്ങനെ ഷാനവാസ് ഖാൻ പോകുമ്പോഴും ആ സ്നേഹം മൊഹമ്മയുടെ, കാരണം മൊഹമ്മയിലെ എല്ലാ ജനങ്ങളും ഇതുപോലെ തുറന്ന മനസ്സോടുകൂടി ഒരു മനുഷ്യനെ യാത്രയാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഷാനവാസ് ഖാൻ ചെയ്ത ആ ഒത്തിരി പരിഷ്കാരം, കാരണം ഈ കുമരകം മൊഹമ്മ ബോട്ട് സർവീസ് എത്ര നാൾ നിലനിൽക്കുന്ന കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേപോലുള്ള ഓരോ പരിഷ്കാരങ്ങളും ഓരോ നടപടികളും സ്വീകരിച്ചില്ല എങ്കിൽ ഒരു 3-4 വർഷത്തിനുള്ളിൽ സർവീസ് തീരും, ഈ സർവീസ് പോകും, ഇല്ലേ, ഉറപ്പൊക്കെ പോകും. ഇതേപോലുള്ള കുറേ ടെക്നിക്കുകളും കുറേ കുമരകം ഈ പാതിരാമണൽ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സർവീസിന് ശ്രമിക്കുക. ആ ശ്രമത്തിൽ ആണ് ഷാനവാസ് ഖാനെ നമ്മൾ ആദരിക്കാൻ പോകുന്നത്. ചടങ്ങിൽ വന്നിരിക്കുന്നത് മലയാള നാടക സംഗീത രംഗത്ത് 10 സ്റ്റേറ്റ് അവാർഡുകൾ നേടിയ ആൽഫ്രസ് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം രക്ഷകനെ വന്നിരിക്കുന്നത് തോന്നിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അണ്ണൻ്റെ വാക്കുകൾ കേട്ട് നമുക്ക് നല്ല സന്തോഷത്തോടെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിരുന്നതിൽ ഏറ്റവും വലിയ ജനകീയനായ ഓഫീസർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ജനകീയമാക്കി ഈ ട്രിപ്പുകൾ വരുത്തിയെന്നുള്ളതിനേക്കാൾ ഉപരി ജനങ്ങളുമായി ഏറെ അടുപ്പം ഉണ്ടാക്കുകയും കൂടുതൽ ആളുകളുമായി സഹകരിക്കുകയും ഈ ബോട്ട് സർവീസ് ഒരു എന്താ പറയുക ഒരു ഈ സുന്ദരമാക്കുകയും ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ അത് അനിവാര്യമാണ്. എന്തായാലും ഇനിയും തിരിച്ചു വരും. ഇതിനേക്കാൾ വലിയ ഓഫീസർ ഇവിടെ തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ
ആദരവിലേക്ക് കടക്കും. ബഹുമാനായ അരങ്ങിൻ്റെ പ്രസിഡന്റ് ഷാനവാസ് സാറ്, പ്രിയപ്പെട്ടവർ, ഷാനവാസ് സാറിനെ കുറിച്ച് എനിക്ക് അടുത്തറിയാവുന്നത് ഞാൻ വായനാവാരത്തോട് അനുബന്ധിച്ച് അരങ്ങിൻ്റെ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ, അതുപോലെ തന്നെ ബോട്ടിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കണ്ട് ഞങ്ങൾ സാറിനെ അഭിനന്ദിക്കാൻ വരുമ്പോഴെല്ലാം നിറപുഞ്ചിരിയോടുകൂടി ഞങ്ങളെ സ്വീകരിക്കുകയും അരങ്ങിൻ്റെ എല്ലാ പരിപാടികളെയും കൗതുകത്തോടെയും ആകാംക്ഷയും മറ്റേ നല്ല പ്രോത്സാഹനത്തോടെയും നോക്കിക്കാണുന്ന ബഹുമാന്യ വ്യക്തിയാണ് ഷാനവാസ് സാറിന്. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസമുണ്ട്, ക്ഷമം പറഞ്ഞ പോലെ സാർ ഇവിടെ നിന്ന് മാറിപ്പോകുന്നതിൽ. എന്നാലും തൻ്റെ കർമ്മപഥങ്ങളിൽ സാറ് കാണിക്കുന്ന തീഷ്ണത അത് എന്നും കൂടെ ഉണ്ടാവും. സർവേശ്വരന് എല്ലാ കാര്യങ്ങളിലും സാറിനെ അനുഗ്രഹിക്കട്ടെ. സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സാറിൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരും കിട്ടുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട അരങ്ങിൻ്റെ പ്രസിഡന്റ് ഷാഹിദ് സാർ, തോമസ് സാർ, മറ്റരങ്ങിൻ്റെ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷവും എന്താ പറയേണ്ടെന്നറിയില്ല. കാരണം എന്താ വെച്ചാൽ ബഹുമയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറസാന്നിധ്യം വഹിക്കുന്ന അരങ്ങ്. കാരണം ഇവിടെ വന്ന കാലം തൊട്ട് അരങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ കാണാറുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുമ്പോഴും ഇത് അറിഞ്ഞു കേട്ട് ഇവിടെ വന്ന് നമ്മളെ അഭിനന്ദിക്കുകയും നമ്മുടെ ഒപ്പം നിൽക്കുകയും ചെയ്താണ് അരങ്ങെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും തിരകൾക്കിടയിൽ എന്നെപ്പോലൊരു എളിയ സർക്കാർ ജീവനക്കാരനെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ദൈവത്തിന് എത്ര പറഞ്ഞാലും നന്ദി പറയാൻ തീരില്ല. കാരണം ഇത് പരിവേഷ വകുപ്പിൻ്റെ ദേശവാസമല്ല ആർക്കും കിട്ടാത്തൊരു അംഗീകാരമായിരിക്കും ഇത്. ദൈവം ഇതിനെ തിരഞ്ഞെടുക്കൽ ഒത്തിരി നന്ദി. കാരണം എന്താ പറയണമെന്ന് എനിക്കറിയില്ല സാറേ. കാരണം അരങ്ങ് പോലത്തെ ഒരു സജീവമായി സാംസ്കാരികം നിൽക്കുന്ന ഒരു സംഘടന ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും എത്ര നന്ദി പറയാനും കഴിയില്ല. നന്ദി, അത്രേ പറയാനുള്ളൂ.
മാത്രമായിരുന്നു ഇതിൻ്റെ ഷെഡ് ഉണ്ടായിരുന്നത്. ആ ഡ്രസ് വർക്ക് നമ്മൾ 2 സൈഡിലും കൂട്ടിമുട്ടിച്ച് യാത്രക്കാർ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ബോട്ട് വരെ നനയാതെ കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൂടാതെ ഇവിടെ യാത്രക്കാർക്ക് ജീവനക്കാർക്ക് ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ തന്നെ കുറച്ച് പോർഷൻ കൊടുത്തിട്ട് അവിടെ ഒരു കടമുറി സ്ഥാപിക്കാൻ സാധിച്ചു. പിന്നെ ഈ മഴവെള്ള സംഭരണിയൊക്കെ പ്രവർത്തനായോഗ്യമല്ലായിരുന്നു. അതൊക്കെ കോർപ്പറേഷൻ മാറി. ഇപ്പോൾ നമുക്ക് പൈപ്പ് വെള്ളമില്ലെങ്കിലും യാത്രക്കാർക്കോ ജീവനക്കാർക്കോ ബാത്റൂമിൽ പോകാനോ മറ്റു സൗകര്യത്തിനൊക്കെ വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. സാധിച്ചു. ബാക്കി സൈഡ് കുഴിയായിരുന്നു, കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അത് അവിടെ നിന്ന് അപ്പുറത്ത് മണ്ണ് ട്രെക്ക് ചെയ്തിട്ട് അത് കൽക്കെട്ട് കെട്ടി സംരക്ഷിച്ച്, അതുപോലെ തന്നെ ബൈക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് പുറകിൽ ഒരു ഷെഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈക്കൊക്കെ സുരക്ഷിതമായിട്ട് അവിടെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പാർക്കിംഗ് ഏരിയ സ്ഥാപിച്ചു. ഇത് നമുക്ക് ജീവനക്കാർക്ക്, അതായത് വകുപ്പിൻ്റെ മുഴുവൻ ജീവനക്കാർക്കും പ്രയോജനകരമായ രീതിയിൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ട്രെയിനിങ് സെൻറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിംഗ് വർക്കും തീർന്നിട്ടില്ല. അപ്പോൾ അത് അധികം താമസിയാതെ അത് പൂർത്തീകരിക്കും. അപ്പോൾ അത് വകുപ്പിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ സാധിക്കും. പിന്നെ ബോട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മുഹമ്മയിലാണ് ആദ്യമായിട്ട് ഒഴുകുന്ന പുസ്തകശാല സ്ഥാപിച്ചത്. അത് വകുപ്പ് ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിർദ്ദേശം അനുസരിച്ച് മറ്റു പല സ്റ്റേഷനുകളിലും അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അത് മുഹമ്മയിലാണ് സ്ഥാപിച്ചത്. പിന്നെ യൂണിഫോമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം യൂണിഫോം പരിഷ്കരണം സർക്കാർ നിർദ്ദേശിച്ച് അത് ആദ്യ ഘട്ടത്തിൽ തന്നെ നമുക്കിവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു വാർത്തയൊക്കെ വന്നു അംഗീകാരമായിട്ട് നടന്ന സംഭവമാണ്. പിന്നെ നമുക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരത്തെ പാസ് ഉണ്ടായിരുന്നില്ല. അവർ ഫുൾ ടിക്കറ്റ് എടുത്താണ് ഇവിടെ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. കുമരകത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അത് ബഹുമാനപ്പെട്ട ഡയറക്ടറോട് ആവശ്യം ധരിപ്പിക്കുകയും ആ കുട്ടികൾക്ക് പാസ് അനുവദിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു കർഷക ടിക്കറ്റിലാണ് അവിടെ നിന്ന് ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ അതുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പാരാമണി സ്പെഷ്യൽ സർവീസുമായിട്ട് നമ്മളിപ്പോൾ സ്ഥാപിച്ചത് കുറേ നാൾ, വന്ന ഒരു 3 വർഷത്തോളമായി പാരാമണി സ്പെഷ്യൽ സർവീസ് നടക്കുന്നുണ്ട്. കാരണം നേരത്തെ നമുക്ക് അങ്ങനെ സ്പെഷ്യൽ സർവീസായിട്ടുണ്ടായിരുന്നില്ല. ഈ യാത്രാ ബോട്ട് പാരാമണിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ കുമരകം മുഹമ്മദ് പോകുന്ന യാത്രാ ബോട്ട് ദിശ മാറി അവിടെ യാത്രക്കാരെ ഇറക്കി തിരികെ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുമരകം മുഹമ്മദ് യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഒരു 40 മീറ്ററോട് അടുത്ത് അധികരിക്കണം. കാരണം കുമരകത്തു നിന്ന് പാരാമണിൽ ബോട്ടെടുത്ത് തിരിച്ച് മുഹമ്മദ് വരുമ്പോഴത്തേക്കും ഒരു 20 മീറ്റർ വ്യത്യാസം വരും. ഈ ബോട്ട് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ആളെ എടുത്ത് തിരിച്ച് മുഹമ്മയ്ക്ക് കുമരകത്തിന് പോകേണ്ട അവസ്ഥയുണ്ടാവും. അപ്പോൾ അത് നിരന്തരം ഞാൻ ഇവിടെ വന്ന സമയത്ത് യാത്രക്കാരിൽ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. കാരണം യാത്രക്കാർ ഈ കുമരകം മുഹമ്മദ് റണ്ണിങ് ടൈം 40 മിനിറ്റ്, അത് 1 മണിക്കൂറിലധികം ആകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി തരണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഡയറക്ടറെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്പെഷ്യൽ ബോട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വാട്ടർ ടാക്സി ഉണ്ടായി. അതിനുശേഷം മറ്റൊരു സ്പെഷ്യൽ ബോട്ട് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടെ ഇപ്പോൾ നമുക്ക് സോളാർ ബോട്ട് വരുന്നുണ്ട്. ആ സോളാർ ബോട്ട് വരുന്നത് നമ്മൾ കുമരകം പായരാമണൽ കന്നക്കം ബണ്ട് ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവീസിനായിട്ടാണ്. അത് ഈ ഓണത്തിന് മുമ്പ് അത് ആരംഭിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവാനുഗ്രഹം സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സോളാർ ബോട്ട് അനുവദിച്ചിട്ടുണ്ട്. ആ സോളാർ ബോട്ട് മുഹമ്മയ്ക്ക് ഈ ഓണത്തിന് മുമ്പ് മുഹമ്മയിൽ നിന്ന് സർവീസ് ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ ഫൈനൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അധികം താമസിക്കുക തന്നെ മുഹമ്മയിൽ അതെത്തും. മുഹമ്മയിൽ എത്തിക്കഴിഞ്ഞാൽ മുഹമ്മയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പാതിരാമണലും വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും കുമരകത്തും അതുപോലെ തന്നെ തങ്ങൾക്ക് ബണ്ടുമൊക്കെ കാണാനൊക്കെ പറ്റുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സർവീസാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. അതുപോലെ മണിയാപറമ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിലവ് കുറഞ്ഞ ബോട്ട് സോളാർ ബോട്ട് തന്നെ അതും ഡയറക്ടർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതും താമസിയാതെ എത്തുന്നുള്ള പ്രതീക്ഷയിലാണ്. കൂടാതെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഡിങ്കി ബോട്ടുകൾ 2 ഡിങ്കി ബോട്ടുകളും മുഹമ്മയ്ക്ക് ഡയറക്റ്റ് അനുവദിച്ചിട്ടുണ്ട്. അധികം താമസിക്കാതെ അതും എത്തുന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. മുഹമ്മദ് ബോട്ട് ജെറ്റിയുടെ സ്റ്റേഷൻ മാസ്റ്റർ ശ്രീ ഷാനവാസ് ഖാനെ യാത്രയപ്പ് നൽകുന്ന ചടങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും ഒത്തിരി ചടങ്ങുകൾ, ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി കലാകാരന്മാർ മുഹമ്മയുടെ സ്വത്താണ്, മുഹമ്മയുടെ പ്രതീക്ഷകളാണ്. അവരെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നല്ല വീഡിയോകൾ ഇതാ വരികയാണ്. കാണണം, കൂടെയുണ്ടാകണം. ലൈക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്നോടുള്ള സ്നേഹം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് വരുന്ന നിമിഷങ്ങൾ നന്മയുടെ നല്ല ദിവസങ്ങളായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടെ നിങ്ങളുടെ സ്വന്തം CP ഷാജി.